ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചോയ്സ്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള സീബ്ര കപ്പ് കേക്കിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ കപ്പ് കേക്ക് ഞാൻ ഓവനും ബട്ടറും ബീറ്ററും കേക്ക് മോൾഡോ മൈദയോ ഒന്നും ഇല്ലാതെ തന്നെ അരിപ്പൊടിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയതാണെന്ന് വെച്ചിട്ട് ഇതിന് ഒരു സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഭാവിയിൽ ഞാൻ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ ഞാൻ ഈ കേക്ക് മോൾഡ് കയ്യിലില്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഒന്നും വീട്ടിൽ ചിലപ്പോൾ കേക്ക് മോൾഡ് ഇരിപ്പുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് ആ കേക്ക് മോൾഡിന്റെ ആ ഒരു സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഞാനിവിടെ 4 കേക്കിന്റെ മോൾഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ എപ്പോഴും കേക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഞാനിവിടെ 3 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിത് അടിച്ചെടുക്കണോണ്ട് ഞാനിവിടെ പൗഡേർഡ് ഷുഗർ അല്ല ചേർക്കുന്നത്, പഞ്ചസാര ഇതുപോലെ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഈ മുട്ടയും പഞ്ചസാരയും ഏകദേശം 2 മിനിറ്റ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇവയെല്ലാം കൂടെ നമുക്കൊരു 3 മിനിറ്റ് നന്നായി അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തരിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് തരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും അരിപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് 3 പ്രാവശ്യം ഇതുപോലെ തരിച്ചെടുക്കാം. കാരണം നമ്മുടെ ഈ ഒരു പൊടി എത്രത്തോളം നൈസായിരിക്കണോ അത്രത്തോളം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 3 പ്രാവശ്യം തരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ ഓണാക്കി വെച്ചിട്ടുള്ള മുട്ട ഇപ്പം നന്നായി അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ബാറ്ററിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യണം. അതായത് ഒരേ ഡയറക്ഷനിൽ മാത്രമാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് ഇട്ടങ്ങ് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഒരു സീബ്ര കേക്കാണ് തയ്യാറാക്കുന്നത്. അത് 2 കളറിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററിനെ 2 പാത്രത്തിലേക്ക് സെയിം അളവിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടാണ് കേക്കൊക്കെ ചെയ്യാറ്. എന്നാൽ അരിപ്പൊടി വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും ഇത് അത്രമാത്രം സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. കാരണം അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഒരു ഡൗട്ടും വേണ്ട, നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കേക്കിന്. അപ്പം ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ 2 ബൗളിലോട്ടും ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിന് മുമ്പും ഒരു അരിപ്പൊടി കൊണ്ടുള്ള കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു മാർബിൾ കേക്കിന്റെ റെസിപ്പി കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ ഈ ഒരു ബാറ്ററിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ബാറ്റർ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ബാറ്ററും ഇവിടെ ഇപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ബാറ്റർ വൈറ്റ് കളറിലുള്ള ബാറ്റർ കപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്നാലാണ് നമുക്കത് ആ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. ശേഷം വീണ്ടും ഈ വൈറ്റ് കളറിലുള്ള ബാറ്ററിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം.
ശേഷം വീണ്ടും കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുകളിലോട്ട് വരുന്തോറും അതായത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ച് വരിക. എന്നാലായിരിക്കും നമുക്ക് നല്ല ഭംഗിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കപ്പ് കേക്ക് ആണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ആ ഒരു മൗൾഡിൻ്റെ സൈസിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് ഒരുപാട് ഫുള്ളായിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ആകെ പുറത്തേക്കൊക്കെ വന്ന ഒരു വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കപ്പിൻ്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം എത്തുന്ന രീതിയിൽ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ഈ കപ്പ് കേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ കപ്പിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഡിസൈൻസ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ ഒരു കപ്പിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ക്ഷമയോടുകൂടി അതുപോലെ നല്ല ശ്രദ്ധയോടുകൂടി ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സീബ്ര കേക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്തതിൽ ഈ ഒരെണ്ണം മാത്രമാണ് എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയത്. അങ്ങനെ ഞാനിവിടെ 4 കപ്പിലോട്ടും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് അല്പം ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പാത്രമാണ് അതിൻ്റെ മുകളിൽ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ ഉപ്പ് നിരത്തിയതിന് ശേഷം 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് മൂടി തുറന്ന് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റോളം വന്നിട്ടുണ്ടായിരുന്നു ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തൊന്ന് കുത്തി നോക്കുന്നുണ്ട്. നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സീബ്ര കപ്പ് കേക്ക്സ് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. ഞാനിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഇത് നല്ല സോഫ്റ്റാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ട് നോക്കൂ, അത്ര സോഫ്റ്റാണ്. അതുപോലെ നല്ല ലെയറായിട്ട് തന്നെ നമ്മുടെ സീബ്ര കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.